ചെങ്ങാലിക്കോടന്റെ പെരുമയുള്ള ചെങ്ങഴി നാട്. മച്ചാട് മലകളിൽ നിന്നും ഉത്ഭവിച്ച് ഗ്രാമത്തെ തഴുകി തലോടിയൊഴുകുന്ന വടക്കാഞ്ചേരി കേച്ചേരി പുഴ. ശാന്തസുന്ദരമാണ് എരുമപ്പെട്ടി ഗ്രാമം. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്രയങ്ങ് ശാന്തമല്ല. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടത്തിനായിരിക്കും ഇത്തവണ എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുക. തലപ്പിള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് 32.12 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്. 18 വാർഡുകളാണ് നിലവിലുള്ളത്. വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് 19 ആയിട്ടുണ്ട്. കിഴക്ക് കാഞ്ഞിരക്കോടും പടിഞ്ഞാറ് കരിയന്നൂരുമാണ് പഞ്ചായത്തിന്റെ അതിർത്തികൾ. തലപ്പിള്ളി കുന്നംകുളം താലൂക്കുകളിലായിട്ടാണ് വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത്. 30,000 പഞ്ചായത്തിലെ മൊത്തം ജനസംഖ്യ. ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴിയുടെ ജന്മനാട് എന്ന പ്രശസ്തിയും എരുമപ്പെട്ടിക്കുണ്ട്. പ്രശസ്തമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രവും എരുമപ്പെട്ടിയെ അടയാളപ്പെടുത്തുന്ന സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മങ്ങാട് സെന്റ് ജോർജ് പള്ളിയും കുതിരവേലയ്ക്ക് പേരുകെട്ട മങ്ങാട് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രവും എരുമപ്പെട്ടി ജുമാ മസ്ജിദും തിരുഹൃദയ ഫൊറോന പള്ളിയുമെല്ലാം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയവും എരുമപ്പെട്ടിയിലാണ്. രാഷ്ട്രീയമായി നോക്കിയാൽ UDF-നും LDF-നും ഒരുപോലെ സ്വാധീനമുള്ള മണ്ണാണ് എരുമപ്പെട്ടി. ഇരു മുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. നിലവിൽ ഭരിക്കുന്നത് LDF ആണ്. S. ബസന്തലാലാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. 10 CPM അംഗങ്ങളും 8 കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുള്ളത്. ഗ്രാമ, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും MLA-യുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർ ഭരണത്തിനായി LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സുസ്ഥിരം എരുമപ്പെട്ടി എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള 5 വർഷക്കാലത്തെ നേട്ടങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രാപ്യമായി എന്ന് ഈ ഭരണസമിതിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയുന്നു. സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിലാക്കുന്നതിനായി ആധുനിക രീതിയിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയമാണ് വികസന പ്രവർത്തനത്തിലെ ഹൈലൈറ്റ്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടായതായി ഭരണ നേതൃത്വം പറയുന്നു. 1515 കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കി. ലൈഫ് ഭവന പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പ്, വനിതാ ശാക്തീകരണ രംഗത്തെ നേട്ടങ്ങൾ, സമ്പൂർണ്ണ തെരുവ് വിളക്കുകൾ, മാലിന്യ സംസ്കരണ രംഗത്തെ പുരോഗതി തുടങ്ങിയവയും നേട്ടപ്പട്ടികയിൽ ഇടം നേടുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഏകദേശം 8 കോടിയോളം രൂപ റോഡുകളുടെ നവീകരണത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായി. പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആയി എന്നുള്ളതും ഞങ്ങളുടെ മികച്ച നേട്ടമാണ്. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയം ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ആശുപത്രിയും സബ് സെൻ്ററുകളുടെയും അംഗൻവാടികളുടെയും നവീകരണവും ഞങ്ങളെ മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കുകയുണ്ടായി. എന്നാൽ LDF ഭരണം ജനങ്ങൾക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. കാർഷികം, ഭവനം, റോഡ്, കുടിവെള്ളം തുടങ്ങി സർവ്വമേഖലകളിലും വികസന മുരടിപ്പാണ് അനുഭവപ്പെട്ടത്. എരുമപ്പെട്ടിയിൽ ബസ് സ്റ്റാൻഡും പൊതുമാർക്കറ്റും യാഥാർത്ഥ്യമാക്കാനായില്ല. ലൈഫ് പദ്ധതി പാളിയെന്നും പ്രതിപക്ഷം വിമർശിക്കുന്നു. ലൈഫ് ഗുണഭോക്താക്കളിൽ നമ്മൾ പദ്ധതി നടപ്പാക്കി 500 ചില്ലറ പേർക്ക് നമ്മൾ പദ്ധതിയിൽ അംഗമാക്കിയെങ്കിലും തുച്ഛമായ വിരലിലെണ്ണാവുന്ന പേർക്കാണ് 4 ലക്ഷം രൂപയുടെ പദ്ധതി ആനുകൂല്യം കൊടുക്കാൻ പറ്റിയത്. അത് പരിപൂർണ തോതിൽ നടപ്പാക്കാൻ സാധിച്ചില്ല. നടപ്പാക്കിയ പല പദ്ധതികളിലും അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന ആരോപണവും കോൺഗ്രസ് ഉയർത്തുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആട്ടുംകൂട് തൊഴുത്തുണ്ണി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി നടപ്പാക്കിയില്ല. ഭീമമായ അഴിമതിയാണ് അഴിമതി സ്വജനപക്ഷപാതം നടന്നത്. അതിൽപ്പെട്ട ഗുണഭോക്താക്കൾ ഇന്ന് ബാങ്കിന്റെ ജപ്തി ഭീഷണി നേരിടുകയാണ്. കോൺഗ്രസിന്റെയും CPM-ന്റെയും പരസ്പര ആരോപണങ്ങളും പ്രതിഷേധ സമരങ്ങളും പലപ്പോഴും ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എരുമപ്പെട്ടിയിലെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഭരണം നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കുവാൻ UDF-ഉം നില മെച്ചപ്പെടുത്താൻ BJP-യും എരുമപ്പെട്ടിയുടെ പോർക്കളത്തിൽ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. തൊടുക്കുവാനുള്ള ആരോപണങ്ങളുടെ അസ്ത്രങ്ങൾ മൂർച്ച കൂട്ടി മുന്നണികൾ ആവനാഴികൾ സൂക്ഷിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയുടെ അങ്കത്തട്ടിൽ ആര് വീഴും, ആര് വിജയക്കൊടി നാട്ടും, നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.